ഇനി നമ്മൾ കേരള സർവകലാശാലയിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ അസാധാരണ ഭരണ പ്രതിസന്ധി ഇപ്പോഴും രൂപപ്പെടുന്ന സാഹചര്യമാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നേരിട്ട് കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടെന്ന് ഗവർണർ തീരുമാനിച്ചിട്ടുണ്ട്. നിയമപരമായി തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മുന്നിൽ നിന്നുള്ള പോരിൽ നിന്ന് ഗവർണർ പിന്മാറിയിരിക്കുന്നത്. അതേസമയം താൽക്കാലിക VC മോഹനൻ കുന്നുമേൽ വഴി രജിസ്ട്രാറുടെ മേലുള്ള പിടി കൂടുതൽ മുറുക്കാനാണ് രാജ്ഭവന്റെ തീരുമാനവും. KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനമടക്കം പിൻവലിക്കാനാണ് VCയുടെ നീക്കം. VCയുടെ നിർദ്ദേശം വരട്ടെ, നോക്കാം എന്നാണ് സംഭവത്തിൽ രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഇന്നത്തെ മറുപടി. കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. വരട്ടെ നോക്കാം. ശരി. അതേസമയം VCയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഈ പറഞ്ഞു വെച്ചതുപോലെ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പിടിമുറുക്കലിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും VC വഴിയുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ വലിയ പ്രതിസന്ധി പക്ഷേ വലിയ രീതിയിൽ സർവകലാശാലയെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള സത്യം മറ്റൊരു വശത്തും നിൽക്കുകയാണ്. ഇപ്പോഴത്തെ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അത് ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്? ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയുള്ള ഒരു നടപടിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിലേക്കുള്ള കടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? അതെപ്പോഴേക്കുമായിരിക്കും? സംഗീത, ഈ കേരള സർവകലാശാലയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ എന്ത് നടപടി സ്വീകരിക്കും എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഈ വിഷയത്തിൽ നിന്നും ഗവർണർ നിലവിൽ പിൻവാങ്ങിയിട്ടുണ്ട്. നിയമ നടപടിക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും എന്നതിൻ്റെ വിലയിരുത്തലിലാണ് ഇപ്പോൾ ഗവർണർ പിൻവാങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിഷയത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് ഉചിതമായ നടപടി സ്വീകരിക്കാം എന്നുള്ള നിലപാടിലാണ് നിലവിൽ ഗവർണർ. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റാണ്. അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്പസമയം മുമ്പാണ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയത്. അതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താൽക്കാലിക രജിസ്ട്രാറായി വൈസ് ചാൻസലർ നിയമിച്ച ഡോക്ടർ മിനി കാപ്പന് അവർ മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക വിരുദ്ധമായി പെരുമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ വൈസ് ചാൻസലറുടെ നടപടികളെല്ലാം ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടും. അതിനായി അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിൻവാങ്ങാൻ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രജിസ്ട്രാറെ വിലക്കിയതും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതിരുന്നതും. അതിനുകൂടെ തന്നെയാണ് അദ്ദേഹം ഫയലുകൾ നിയന്ത്രിക്കുന്നതും പരിശോധിക്കുന്നതും തടയാനുള്ള ശ്രമങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അയച്ച 3 ഫയലുകളാണ് അദ്ദേഹം മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ അതിനോടൊപ്പം തന്നെ താൽക്കാലിക രജിസ്ട്രാറായി വൈസ് ചാൻസലർ നിയമിച്ച ഡോക്ടർ മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ മിനി കാപ്പൻ അംഗീകരിക്കുന്ന ഫയലുകൾക്ക് യാതൊരു വിധത്തിലുള്ള നിയമസാധുതയുമില്ല എന്നുകൂടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു വെക്കുന്നു. അച്ചടക്ക നടപടികൾക്ക് വിധേയമാകേണ്ടി വരും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭരണപ്രതിസന്ധി നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ളൊരു ഭരണപ്രതിസന്ധി നിലവിൽ സർവകലാശാലയിൽ ഇല്ല എന്നാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അത്തരത്തിലൊരു ഭരണപ്രതിസന്ധി ഉണ്ടെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാനാണ് വൈസ് ചാൻസലറുടെ നിലപാട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനും വൈസ് ചാൻസലർ ഒരുങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനമടക്കം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ കടക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇനി വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഇന്ന് എന്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം സെക്യൂരിറ്റി ഓഫീസർ അടക്കമുള്ള ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് വൈസ് ചാൻസലർ ഉള്ളത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമാണ്. പക്ഷേ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ തന്നെ തിരിച്ചടി നേരിടാൻ പോകുന്നത് വൈസ് ചാൻസലർ ആയിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ അത്തരത്തിലൊരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട തരത്തിലുള്ള മറ്റ് വിവാദങ്ങൾക്കും തുടക്കം കുറിക്കും. കാരണം ജോയിന്റ് രജിസ്ട്രാറായിട്ടുള്ള P. ഹരികുമാറിനെ
സസ്പെൻഡ് ചെയ്തടക്കം അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതടക്കമുള്ള ഉത്തരവുകൾ ഇതിനോടകം വൈസ് ചാൻസലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതടക്കം റദ്ദാക്കുന്ന ഒരു നിലപാടിലേക്കും നടപടിയിലേക്കും സിൻഡിക്കേറ്റ് കടക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ സർവകലാശാലയിലെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയാണ് സിൻഡിക്കേറ്റ്. സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അങ്ങനെ തുടരുന്ന സാഹചര്യമാണ്. ഹാൻസ് ജോൺ ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.